ആത്മാവാം ദൈവമേ വരണേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഡിസംബർ 4 ഇന്ന് വിശുദ്ധ ബലിമധ്യേ നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 24, 27 വരെയുള്ള വാക്യങ്ങളാണ്. ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനെല്ലാം എന്റെ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നും, വചനം പാലിക്കുന്നവനാണ് എന്റെ പിതാവിന്റെ സന്നിധിയിൽ ആയിരിക്കുക എന്ന് ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് ഈശോ പറയുന്നു, വിവേകമതിയായ മനുഷ്യൻ ആരാണ്? അവൻ വികാരത്തിന്റെ പുറത്ത് ഭവനം പണിയുന്നവനല്ല, മറിച്ച വചനത്തിന്റെ പുറത്ത് ഭവനം പണിയുന്നവനാണ്. വചനത്തിന്റെ പുറത്ത് കുടുംബത്തിന്റെ അടിത്തറയിട്ടാൽ, വചനത്തിന്റെ പുറത്ത് കുടുംബത്തിന് അടിത്തറയിട്ടാൽ ഭവനം ഒരിക്കലും തകർന്നു പോകില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ പുറത്ത് നമ്മുടെ ഭവനങ്ങൾ നമുക്ക് പണിയാം. മണലിനെ കുറിച്ച് സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഈ മണൽ? അതിന് ആഴമില്ല, അതിന് ബലമില്ല. ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതങ്ങൾ ഒരുപക്ഷെ ഈ മണൽ പോലെയായിരിക്കാം. ഇതിൽ വിശ്വാസത്തിൽ ആഴങ്ങളൊന്നുമില്ല. നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥനകൾ ചെല്ലുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ ആഴമില്ല, വചനമില്ല. വചനമില്ലാത്തത് കൊണ്ട് വേദനകൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, കടബാധ്യതകൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ നമ്മൾ ഈശോയെ തള്ളിപ്പറയും. കാരണം എന്താ? വചനമില്ലാത്തത് കൊണ്ട്. മണൽപ്പുറത്താണ് നമ്മുടെ വിശ്വാസം നിൽക്കുന്നത്, മണൽപ്പുറത്താണ് എന്റെ ജീവിതം നിൽക്കുന്നത്. അങ്ങനെ ജീവിതം നിൽക്കുമ്പോ ഈശോ പറയുന്നില്ലേ, കാറ്റുണ്ടായി, കോളുണ്ടായി, പെട്ടെന്ന് ആ ഭവനം വീണുപോയി. നമ്മുടെ ഭവനങ്ങൾ പെട്ടെന്ന് വീഴാനുള്ളതല്ല. അതുകൊണ്ടാണ് ഈശോ നമ്മുടെ ഓർമ്മപ്പെടുത്തുന്നു, വചനത്തിന്റെ പുറത്ത്, വിവേകത്തിന്റെ പുറത്തല്ല, വചനത്തിന്റെ പുറത്ത് നീ നിന്റെ ഭവനം പണിയണം. ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ആഗമനകാലത്തിന്റെ ഈ 4ാമത്തെ ദിവസത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനങ്ങൾ നിന്റെ വചനത്തിന്റെ പുറത്തു പണിയാൻ ഞങ്ങളെ നീ അനുവദിക്കണം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ, ജീവിത പ്രാരാബ്ദങ്ങളിൽ, ജീവിത പ്രയാസങ്ങളിൽ ഞങ്ങൾക്ക് വചനം വായിക്കാൻ സമയം കിട്ടുന്നില്ല. ഈശോയെ, ഈശോ പറയുന്നില്ലേ, എന്റെ വചനം അറിയാത്തവൻ എന്നെ അറിയുന്നില്ലെന്നല്ലേ ഈശോയെ പറയണേ. ഈ ഒരു ആഗമന കാലത്തിൽ നിന്നെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോ എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും വചനം വായിക്കാൻ ഞങ്ങൾക്ക് പറ്റണമേ. ഈശോയെ, ഈശോയെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദിവസം ഞങ്ങളുടെ നിയോഗങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കൃഷി സംബന്ധമായിട്ട് പ്രതിസന്ധി അനുഭവിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, നല്ല കൃഷി ലഭിക്കാൻ വേണ്ടി, നല്ല കാലാവസ്ഥ ലഭിക്കാൻ വേണ്ടി, ഈ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ കൃഷി സംബന്ധമായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് ഈശോയെ ഒത്തിരിയേറെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈശോയെ, കൃഷി മേഖലയെ സമർപ്പിക്കുന്ന ഈശോയെ, പ്രത്യേകിച്ച് വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യങ്ങൾ കൊണ്ട് കൃഷി നശിച്ചു പോകുന്ന മക്കളുണ്ട്. ഈശോയെ, ഈശോയെ, അവരുടെ കൃഷിഭൂമിക്ക് ചുറ്റും നിന്റെ സംരക്ഷണത്തിന്റെ വെയിലി നീ കെട്ടണം. ഈശോയെ, പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈശോയെ ഓർക്കുന്ന. ഈശോയെ, നല്ല ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളുണ്ട്. ഈശോയെ, ഈശോയെ, ഉദരഫലം, അവരുടെ ഉദരഫലം നീ അനുഗ്രഹിക്കണമേ എന്റെ ഈശോയെ. അതുപോലെ പഠിക്കുന്ന മക്കളുണ്ട്. ഈശോയെ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന മക്കളുണ്ട്. കർത്താവേ, അവിടെ കൂടെ നീ ഉണ്ടാകണമേ. ഇന്ന് പല വിദേശ രാജ്യങ്ങളിലും പഠിക്കാൻ പോയിരിക്കുന്ന മക്കളൊക്കെ ലോണൊക്കെ എടുത്ത് ഒത്തിരിയേറെ പ്രാരാബ്ദങ്ങൾ കുടുംബത്തിന്റെ മേലുണ്ടായിട്ടാണ് ആ മക്കൾ പഠിക്കാൻ പോയിരിക്കുന്നത്. പല വിദേശ രാജ്യങ്ങളിലും ഒത്തിരിയേറെ പ്രതിസന്ധികൾ നമ്മുടെ മക്കൾ അനുഭവിക്കുന്നുണ്ട്. ഈശോയെ,
ഈശോയെ അവരുടെ ജീവിതത്തിന്റെ മേൽ നീ ഇടപെടണമേ. ഈശോയെ ഞങ്ങളുടെ കുടുംബങ്ങളെയും വചനത്തിൽ ശക്തിപ്പെടാൻ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.